പ്രൈസ് ദി ലോർഡ്. എ ബ്ലേസ് ഇൻ ക്രൈസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് തോറ്റുപോയി നിന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ? ഒത്തിരി പരാജയങ്ങൾ അനുഭവിച്ച് ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. കർത്താവേ, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? എന്തിനാ നീ എന്നെ സൃഷ്ടിച്ചേ? ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം തന്നെ? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്ക്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. വെറുതെയല്ല ഇങ്ങനൊരു വാചകം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടതയിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, നഗ്നത, പട്ടിണി, ജയിൽവാസം, ഒത്തിരി അടികൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കൂട്ട് സഹോദരന്മാരിൽ നിന്ന് പോലും ഒത്തിരി പ്രയാസങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അപ്പോസ്തലനായ പൗലോസിന് പരാതികളില്ല. താൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്: ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ എല്ലാ സാഹചര്യത്തെയും എനിക്ക് മറികടക്കാൻ കഴിയും. എൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടന്ന് അതിനെ ജയിക്കുവാൻ ക്രിസ്തുവിലൂടെ എനിക്ക് കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഇത് ഒരു വെറും വാക്കുകളല്ല. തൻ്റെ ജീവിതത്തിലൂടെ താൻ ജീവിച്ച് കാണിച്ചു തന്നു എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ ആയിരിക്കേണ്ടത്, ക്രിസ്തുവിലെ ജീവിതം എന്തായിരിക്കണം, ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവെ എന്തുകൊണ്ട് എന്ന്. പക്ഷേ എന്തുകൊണ്ട് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ പ്രശ്നത്തെ നോക്കി തിരിച്ചൊന്ന് ചലഞ്ച് ചെയ്യാമോ? നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന പറയുന്നൊരു വാക്കുകളുണ്ട്: നീ എങ്ങനെ ഇതിനെ മറികടക്കും? നിന്നെക്കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ദൈവത്തോട്, കർത്താവേ, നീ എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചേ? എന്തിനാ നീ ഇതെല്ലാം അനുവദിച്ചേ എന്ന് പറയാതെ ഒന്ന് നമ്മുടെ പ്രശ്നത്തെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാമോ? ക്രിസ്തുവിലൂടെ എനിക്കിതിനെ ജയിക്കുവാൻ കഴിയും. പുതുതായിട്ടൊരു മിനിസ്ട്രി തുടങ്ങുമ്പോൾ, പുതുതായിട്ട് ആലയം തുടങ്ങുമ്പോൾ, പുതുതായിട്ട് ഒരു കാര്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ പലരും ഡിസ്കറേജ് ചെയ്ത് വരാറുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മൾ ചലഞ്ച് ചെയ്യുക: ഈ മിനിസ്ട്രി എനിക്ക് ചെയ്യാൻ കഴിയും, ഇവിടെ എനിക്ക് സഭ പണിയാൻ കഴിയും, ഈ ദേശത്തിൽ ഞാനൊരു മിഷണറിയാണ്, ഈ ദേശത്തെ ദൈവം എൻ്റെ കരത്തിൽ തന്നിരിക്കുകയാണ് എന്ന് തിരിച്ച് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം നമ്മൾ. അത് വെറും വാക്കുകൾ കൊണ്ടല്ല. നമ്മൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും നമ്മുടെ അതരത്തിലൂടെ പറയാമെങ്കിൽ ദൈവം അത് നമ്മളിലൂടെ തെളിയിക്കും. കാരണം എന്താണെന്നറിയുമോ? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. കർത്താവ് ചെയ്ത് കാണിച്ചതിലും അധികം ചെയ്യാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങളെ കണ്ട്, ചില പ്രതികൂലങ്ങളെ കണ്ട്, ചില വാക്കുകൾ കേട്ടിട്ട് ചില വിഷയങ്ങളിലേക്ക് നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ടവരല്ല. നമുക്കൊരു ഉറപ്പുണ്ട്: കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ വിശ്വാസം മാത്രം മതി നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിനെ ചാടി അപ്പുറത്ത് കടക്കുവാൻ. വചനം പോലും പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നും തിന്മയ്ക്കായിട്ടല്ല, സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുന്നുവെന്ന്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് വെറുതെ കടന്നു പോകത്തില്ല, അത് വെറുതെ കടന്നു വരത്തില്ല. അത് നിങ്ങളെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് നമ്മൾ പറയും, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല കർത്താവേ, ഞാനത് ഇവിടെ വെച്ച് നിർത്തുക എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ പരിശുദ്ധാത്മാവ് നിങ്ങളെ കടന്നു പിടിക്കും. പരാജയം സംഭവിച്ച് പിന്മാറുന്നതിന് മുൻപേ കർത്താവിന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്: ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി. ഗോഡ് ബ്ലസ് യു.